+2 ഓണം എക്സാം തൂക്കിയിട്ടുണ്ട് അല്ലെ. ബോട്ടണി അതുപോലെ തന്നെ സുവോളജി രണ്ടും നല്ല രീതിയിൽ തന്നെ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. നല്ല ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്രാവശ്യം വന്നത്. അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ആയിട്ട് സൂപ്പർ 60ലും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിലൊക്കെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. വളരെയധികം ഹാപ്പിനെസ് ഉണ്ട്. കാരണം നിങ്ങൾ നമ്മളെ ട്രസ്റ്റ് ചെയ്ത് വന്നു, അതിനനുസരിച്ച് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് അറിയുമ്പോൾ. സോ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ഇതേ ആൻസേഴ്സ് ഒക്കെ തന്നെയാണോ നിങ്ങൾ എഴുതിയത് എന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഈ ഓണ പരീക്ഷയുടെ ആൻസർ കീ ഡിസ്കഷനിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ബോട്ടണിന്റെ ഡിസ്കഷൻ നോക്കാം. അപ്പൊ ഈ ബോട്ടണിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ വേഗം തന്നെ എന്ത് ചെയ്യാം, നമുക്ക് അതിന്റെ ആൻസറിലേക്ക് പോകാവുന്നതാണ് അല്ലെ. അപ്പൊ നിങ്ങൾ റെഡി അല്ലേ? ഓരോ ആൻസേഴ്സും മിസ് എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. എങ്ങനെയാണ് നിങ്ങൾ എഴുതിയത് എന്നും കൂടി ഒന്ന് എന്ത് ചെയ്യുക, ക്രോസ് ചെക്ക് ചെയ്യുക കേട്ടോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കറിയാം 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തേത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. നെയിം ദ 2 സെൽസ് പ്രസന്റ് ഇൻ മെച്യൂർ പോളൻ ഗ്രെയിൻ. ഒരു മെച്യൂർ പോളൻ ഗ്രെയിനിലുള്ള 2 സെല്ലുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തേതെന്ന് പറയുന്നത് ഏതാണ്? വെജിറ്റേറ്റീവ് സെല്ല് അല്ലെ. ഒന്നാമത്തേതെന്ന് പറയുന്നത് വെജിറ്റേറ്റീവ് സെല്ലും ലാർജ് വെജിറ്റേറ്റീവ് സെല്ലുണ്ട്. യെസ്. ഇനി രണ്ടാമത്തേതെന്ന് പറയുന്നത് എന്താ? ജനറേറ്റീവ് സെല്ലാണ്. ജനറേറ്റീവ് സെൽ. അപ്പം വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലുമാണ് ഒരു മെച്യൂർ പോളൻ ഗ്രെയിനിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഐഡന്റിഫൈ ദ ഇന്നർമോസ്റ്റ് വാൾ ലെയർ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം പ്രൊവൈഡ് ന്യൂട്രീഷൻ ടു ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻ. എത്ര വട്ടം ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ എത്ര വട്ടം ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഇന്നർമോസ്റ്റ് വാൾ ലെയർ ആൻഡ് നറിഷ്മെന്റ് കൊടുക്കുന്ന എന്ന് പറയുന്നത് ഏതാ? നമ്മുടെ ടപ്പീറ്റമാണ്. Dash is an outbreeding device that genetically restricts self-pollination by inhibiting pollen germination on the pistil of the same flower. ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്, സെൽഫ് ഇൻകോമ്പറ്റിബിലിറ്റി എന്നൊരു ചോദ്യം വന്നിട്ടില്ല എങ്കിൽ മിസ്സിനോട് നിങ്ങൾ പിണങ്ങി പൊക്കോന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട് മിസ് പറഞ്ഞു അല്ലേ. ഓണ പരീക്ഷയ്ക്ക് ഈ ഒരു ചോദ്യം ഇല്ലാതെ വരില്ല എന്ന് മിസ് പറഞ്ഞിരുന്നു. കറക്റ്റ് ആയിട്ട് തന്നെ ഇതാ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഔട്ട് ബ്രീഡിംഗ് ഡിവൈസ് ജനറ്റിക്കലി റെസ്ട്രിക്ട് സെൽഫ് പോളിനേഷൻ ബൈ ഇൻഹിബിറ്റിംഗ് പോളൻ ജെർമിനേഷൻ ഓൺ ദ pistil of same flower. ഇതിനെ നമ്മൾ പറയുന്നത് എന്തായിരുന്നടാ? സെൽഫ് ഇൻകോമ്പേറ്റബിലിറ്റി. സെൽഫ് ഇൻകോമ്പേറ്റബിലിറ്റി എന്നായിരുന്നു. സെൽഫ് ഇൻകോമ്പേറ്റബിലിറ്റി. യെസ്, സെൽഫ് ഇൻകോമ്പേറ്റബിലിറ്റി ആണ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ടെക്നിക് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് DNA ഫ്രാഗ്മെന്റ്സ്? വിച്ച് ടെക്നിക് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് DNA ഫ്രാഗ്മെന്റ്സ് ഫോംഡ് ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിന് നമ്മൾ അറിയാം ജെൽ ഇലക്ട്രോഫോറസിസ് ആണ്. DNA സെപ്പറേഷന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണ്? ജെൽ ഇലക്ട്രോഫോറസിസ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുവാണ്. യെസ്, അഞ്ചാമത്തേതാണ്. ഇൻ ദ പ്ലാസ്മിഡ് വെക്ടർ PBR 322 foreign DNA is ligated at BAM-H1 site. Recombinant plasmid will lose its resistance to which antibiotic? നമ്മൾ PBR 322 പഠിക്കുമ്പോൾ നമുക്കറിയാം BAM-H1 ഈ ഒരു സൈഡിലാണ് വരുന്നത്. ആൻഡ് ഈ BAM-H1 നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് എവിടെയാ? ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീനിലുള്ള ഭാഗത്ത്. അപ്പൊ എന്തിന്റെ കപ്പാസിറ്റി കുറയുന്നത്? യെസ്, റീകോംബിനന്റ് പ്ലാസ്മിഡിന് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ആണ് അവിടെ പോകുന്നത്. സോ ഓപ്ഷൻ ബി ടെട്രാസൈക്ലിൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 മാർക്കിന്റെ ചോദ്യമാണ്. ഡിഫൈൻ ഇമാസ്കുലേഷൻ. വൈ ഈസ് ഇറ്റ് നെസസറി ഇൻ ബൈസെക്ഷൽ ഫ്ലവർ ഡ്യൂറിങ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ? ഇതും മിസ് പറഞ്ഞതാണ്. ഇമാസ്കുലേഷൻ എന്താണെന്ന് ചോദ്യം വരും. അതിന്റെ എന്താണ് സിഗ്നിഫിക്കൻസ്, എന്താണ് ഇതിന് കാരണമെന്നും നമ്മൾ എത്രയോ തവണ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ് ഇത് അല്ലെ. അപ്പൊ നോക്കിക്കേ, ഡിഫൈൻ ഇമാസ്കുലേഷൻ എന്ന് പറഞ്ഞാൽ, ഇമാസ്കുലേഷൻ എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് ആന്തർ. റിമൂവൽ ഓഫ് ആന്തർ ആണ്. സെയിം ഫ്ലവർ, ആ ബൈസെക്ഷൽ ഫ്ലവർ ആണെങ്കിൽ ആന്തർ റിമൂവ് ചെയ്യുന്നതിനെ നമ്മൾ ഇമാസ്കുലേഷൻ എന്ന് പറയും. എന്തിനു വേണ്ടിയിട്ടാ? ടു അവോയ്ഡ് സെൽഫ് പോളിനേഷൻ. ടു അവോയ്ഡ് സെൽഫ് പോളിനേഷൻ. സെൽഫ് പോളിനേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കണം. ഇങ്ങനെ തന്നെയായിരിക്കും നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുക. 2 മാർക്കാണ്, 2 പോയിന്റ്സ് എഴുതാം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സിങ്കമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. സിങ്കമിയും ട്രിപ്പിൾ ഫ്യൂഷൻ നിങ്ങളോട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ എന്താ? സിങ്കമി എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ മെയിൽ ഗമേറ്റും ഒരു മെയിൽ ഗമേറ്റും അതുപോലെ തന്നെ ഒരു എക്സെല്ലും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഫോം ചെയ്യുന്നു. ആൻഡ് അതെന്താണ്? ഡിപ്ലോയിഡ് ആണ്. ഇതാണ് സിങ്കമിയൻ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഒരു മെയിൽ ഗമേറ്റ് എക്സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്ത് ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാവുന്ന പ്രോസസ്സാണ് ഇത് സിങ്കമി എന്ന് നമ്മൾ പറയുന്നത്. ഇനി ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയുമ്പോഴോ ഒരു മെയിൽ ഗമേറ്റും 2 പോളാർ ന്യൂക്ലിയും, ഒരു മെയിൽ ഗമേറ്റും 2 പോളാർ ന്യൂക്ലിയും കൂടെ കമ്പൈൻ ചെയ്ത് പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. ആൻഡ് അതെന്താണ്? ട്രിപ്ലോയിഡ്
സൈഗോട്ടിലാണ്. പിന്നീട് അത് എന്താകുന്നു? എൻഡോസ്പേം ആയിട്ട് മാറും. സൈഗോട്ടിൽ നിന്ന് എംബ്രിയോ ഉണ്ടാകുമ്പോൾ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസിൽ നിന്ന് എൻഡോസ്പേം ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇവരെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സിംഗമി പ്ലസ് ട്രിപ്പിൾ ഫ്യൂഷൻ. ഓക്കെ, ആൻജിയോസ്പേംസിന്റെ ഒരു യുണീക് ഫീച്ചർ ആണ് എന്താ? ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഇനി സ്റ്റേറ്റ് 2 അഡ്വാൻറ്റേജസ് ദാറ്റ് സീഡ്സ് ഓഫർ ടു ആൻജിയോസ്പേം. നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. സീഡ് ആൻജിയോസ്പേംസിൽ സീഡ് ഉണ്ടാവുന്നതിന്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് നമ്മൾ പറഞ്ഞതാണ്. 2 അഡ്വാൻറ്റേജസ് സീഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്? ഒന്ന്, വാട്ടർ ഈസ് നോട്ട് എസെൻഷ്യൽ ഫോർ പോളിനേഷൻ. 2, സീഡ്സ് ആർ ഡിസ്പേഴ്സ്ഡ് ടു ന്യൂ ഹാബിറ്റാറ്റ്സ്. അതുകൊണ്ട് തന്നെ എന്താണ്? കോളനൈസ് ചെയ്യാനും പല ഏരിയാസിലേക്ക് സ്പ്രെഡ് ആവാനുള്ള ഒരു കാരണം നടക്കുന്നുണ്ട്. നറിഷ്മെന്റ് അല്ലെ, നറിഷ്മെന്റ് ഇൻ ദ സീഡ്ലിംഗ്. ഈ സീഡിലുള്ള ഫുഡ് റിസർവ് ആണ് ആ സീഡിന്റെ ജെർമിനേഷനും സീഡ്ലിംഗ് ഡെവലപ്മെന്റിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അതിനുശേഷമേ അവർ ഫോട്ടോസിന്തസിസ് തുടങ്ങുള്ളൂ. സോ നമുക്ക് പറയാം എന്ത്? ഈ പറയുന്ന നറിഷ്മെന്റ്, പിന്നെ ജെനറ്റിക് വേരിയേഷൻ, ഇത് സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ എന്താണ്? ജെനറ്റിക് റീകോമ്പിനേഷൻസ് നടക്കുന്നുണ്ട്. അപ്പൊ അത് ന്യൂ കോമ്പിനേഷൻസ് ന്യൂ വേരിയേഷനിലേക്ക് നയിക്കുന്നു. ജെനറ്റിക് വേരിയേഷൻ നമ്മൾ പഠിക്കുന്നതാണ്. പിന്നെ എന്താണ്? സീഡ് കോട്ട് കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ, എംബ്രിയോയ്ക്ക് കൊടുക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ നമുക്കറിയാം. ഇതിൽ ഏതെങ്കിലും ഒരു 2 പോയിന്റ് എഴുതിയാൽ മതി. സോ ഇത് നമ്മൾ ഈ പോയിന്റ്സ് ഡിസ്കസ് ചെയ്തതാണ്. എല്ലാവരും കറക്റ്റ് ആയിട്ട് എഴുതിയെന്നാ മിസ് വിശ്വസിക്കുന്നത് കേട്ടോ. വാട്ട് ഈസ് അപ്പോമിക്സിസ്? മിസ് പറഞ്ഞിരുന്നു ഇന്നലത്തെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ, ബോട്ടണി തുടങ്ങുമ്പോൾ തന്നെ മിസ് പറഞ്ഞിരുന്നു അപ്പോമിക്സിസ് പോളി എംബ്രിയോണിയിൽ നിന്നും ഏതെങ്കിലും ഒരു ചോദ്യം വരാം. ചോദ്യം നോക്കിയോ? വാട്ട് ഈസ് അപ്പോമിക്സിസ്? ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് പ്ലാന്റ് ഫാമിലി ദാറ്റ് ഷോസ് ദിസ് ഫിനോമിനൻ. അപ്പോമിക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? ഫോർമേഷൻ ഓഫ് സീഡ്സ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ആൻഡ് ഇവർ കാണുന്ന ഈ ഒരു പ്രോസസ്സ് കാണുന്ന ഫാമിലിയെ ചോദിച്ചത്. ഫാമിലി ഏതാണ്? ആസ്റ്ററേസിയാണ്. ഗ്രാസസിലും നമുക്ക് കാണാം. കൂടാതെ ഫാമിലി ചോദിക്കുമ്പോൾ നിങ്ങൾ ആസ്റ്ററേസി എഴുതുക. ഫോർമേഷൻ ഓഫ് സീഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ആണ് എന്ത്? അപ്പോമിക്സിസ് എന്ന് പറയുന്നത്. പിന്നെ വൈ ആർ ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് ഇൻവേരിയബിളി ഓട്ടോഗമസ്? സ്റ്റേറ്റ് 1 അഡ്വാൻറ്റേജ് ഓഫ് ക്ലീസ്റ്റോഗമി. ക്ലീസ്റ്റോഗമി എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചതാണ് എന്താണ്? ക്ലോസ്ഡ് ഫ്ലവർ ആണ് അല്ലെ. ക്ലോസ്ഡ് ഫ്ലവർ ആണ്. അവർ ഇൻവേരിയബിളി ഓട്ടോഗമസ് ആണ്. ആൻഡ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് നമ്മളോട് പിന്നെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ക്ലീസ്റ്റോഗാമസ് ഫ്ലവർ ഡു നോട്ട് ഓപ്പൺ ആൻഡ് ആന്തർ സ്റ്റിഗ്മ ലൈ ക്ലോസ് ടു ഈച്ച് അതർ ഇൻസൈഡ് ആൻഡ് ഓട്ടോഗമി ഒക്വർ. ഇത് രണ്ടും ക്ലോസ്ഡ് ഫ്ലവർ ആണ്. അതിൻ്റെ ഉള്ളിൽ ആന്തർ സ്റ്റിഗ്മ ഉണ്ട്. സോ അവർ ഇൻവേരിയബിളി ഓട്ടോഗമസ് ആണ്. ആൻഡ് നെസസറിലി ഓട്ടോഗമസ് ആയതുകൊണ്ട് തന്നെ എന്താണ്? എൻഷുവർ സെൽഫ് പോളിനേഷൻ, മെയിൻറ്റെയിൻ ജെനറ്റിക് യൂണിഫോമിറ്റി. അവർ സെൽഫ് പോളിനേഷൻ നടക്കുള്ളൂ. ആ പ്ലാന്റിന്റെ ജെനറ്റിക് കോമ്പിനേഷൻ അവിടെ തന്നെ നിലനിർത്താനും കൂടെ ഈ ഒരു ക്ലീസ്റ്റോഗാമസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഈ പോയിന്റ്സ് എന്ത് ചെയ്യുക? ഓർത്ത് വെക്കണം. ഇങ്ങനെ തന്നെയാണോ എഴുതിയെന്നും കൂടെ ഒന്ന് നോക്കാം കേട്ടോ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ പഠിക്കണം. മോണോകോട്ട് എംബ്രിയോ, ഡൈക്കോട്ട് എംബ്രിയോ ഒക്കെ പഠിക്കണം എന്ന് പറഞ്ഞിരുന്നു. തന്നിട്ടുള്ള നോക്കുക. ഡിഫൈൻ എപ്പികോട്ടൈൽ ഇൻ എ മോണോകോട്ട് എംബ്രിയോ. ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് നെയിം ദ പ്രൊട്ടക്റ്റീവ് സ്ട്രക്ചർ എൻക്ലൂസസ് ഇറ്റ് ഷൂട്ട് അപ്പെക്സ് ആണ് പറഞ്ഞത്. അപ്പൊ എപ്പികോട്ടൈൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? സ്ക്യൂട്ടലത്തിനെ ഷീറ്റ് ആയിട്ട് ഫോം ചെയ്തിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലെ. യെസ്, അപ്പൊ ഇവിടെ നോക്കാം. എപ്പികോട്ടൈൽ എന്ന് പറഞ്ഞാൽ പാർട്ട് ഓഫ് എംബ്രിയോണൽ ആക്സിസ് എബവ് ലെവൽ ഓഫ് സ്ക്യൂട്ടലം വിച്ച് ടെർമിനേറ്റ് ഇൻ ദ പ്ലിമ്യൂൾ ഓർ ഷൂട്ട് അപ്പെക്സ് എന്ന് പറയാം. ഒരു ഷീറ്റ് ആയിട്ട് കവറിംഗ് ആയിട്ട് കാണുന്നതാണ് എപ്പികോട്ടൈൽ എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ താഴെ കാണുന്ന എ എന്ന് പറയുന്ന ഭാഗം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഷൂട്ട് അപ്പെക്സിന്റെ മേലെ നമുക്ക് എന്ത് കാണാം? കോളിയോപ്റ്റൈൽ ആണ് കാണാൻ പറ്റുക അല്ലെ. റാഡിക്കലിന് താഴെ കോളിയോറൈസി ആണെങ്കിൽ പ്ലിമ്യൂളിന് മേലെയായിട്ട് കാണുന്ന എന്താണ്? കോളിയോപ്റ്റൈലാണ് കേട്ടോ. യെസ്, കോളിയോപ്റ്റൈലാണ്. അപ്പൊ എപ്പികോട്ടൈല്, കോളിയോപ്റ്റൈല് നോട്ട് ചെയ്ത് വെക്കാൻ നോക്കണേ. അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ നോക്കിയേ. 12th ക്വസ്റ്റ്യൻ നമ്മുടെ ജെനറ്റിക്സിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന ഫസ്റ്റ് ഭാഗം നമ്മൾ പഠിക്കുന്നതാണ്. ബയോടെക്നോളജിയിൽ നിന്നാണ് 12th ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. വാട്ട് ഈസ് ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ്? മെൻഷൻ എനി 2 ബയോടെക്നോളജിക്കൽ പ്രോഡക്ട്സ് മാനുഫാക്ചർഡ് യൂസിംഗ് ദ ടെക്നിക് എന്നാണ്. ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ് എന്താണ്? മെൻഷൻ എനി 2 ബയോടെക്നോളജിക്കൽ പ്രോഡക്ട്സ് മാനുഫാക്ചർഡ്. ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഡിസൈൻ ആൻഡ് ഓപ്പറേഷൻ പ്രോസസ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് ബയോടെക്നോളജിക്കൽ പ്രോഡക്റ്റ് ഓൺ ലാർജ് സ്കെയിൽ. നമുക്ക് ഈ ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ് വഴി ബയോടെക്നോളജിക്കൽ പ്രൊഡക്ട്സ് ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് അതിൽ എക്സാമ്പിൾസ് എന്തൊക്കെയാ? ആന്റിബയോട്ടിക്സ്, വാക്സിൻസ്, എൻസൈംസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഇതുവഴി ചെയ്യാവുന്നതാണ്.
ഇനി അടുത്ത് നോക്കുക, നെയിം 2 സ്പെസിഫിക് എൻസൈം റിക്വയർഡ് ടു കൺസിഡർ റീകോംബിനന്റ് DNA മോളിക്യൂൾ. DNA ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ 2 എൻസൈം യൂസ് ചെയ്യുന്നുണ്ട്, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസും പിന്നെ ഏതാണ് DNA ലീക്കേസും. അപ്പൊ കട്ട് ചെയ്യാൻ വേണ്ടി റെസ്ട്രിക്ഷൻ സൈറ്റിൽ പോയി സ്പെസിഫിക് കട്ട് ചെയ്യാൻ വേണ്ടി എൻഡോന്യൂക്ലിയേസസ് യൂസ് ചെയ്യും. ആൻഡ് DNA ലീക്കേസ് എന്തിനു വേണ്ടിയിട്ടാ? കട്ട് ചെയ്ത ഫ്രാഗ്മെന്റ്സിനെ വെക്ടറുമായിട്ട് ജോയിൻ ചെയ്യാനായിട്ട്. അപ്പൊ ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് ഫോം ചെയ്ത് അതിന് ജോയിൻ ചെയ്യാൻ DNA ലീക്കേസ്. ഓക്കെ, അപ്പൊ അത് എൻസൈംസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ടാകും. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നിങ്ങൾക്ക് ടഫായത് ബയോടെക്നോളജി ആയിരിക്കും. സെക്ഷൽ റീപ്രൊഡക്ഷൻ നിങ്ങൾ എന്തായാലും നന്നായിട്ട് എഴുതിയെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്, കാരണം അത്രയും നമ്മൾ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തതാണ്. സ്റ്റേറ്റ് ദ 14th ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹൗ ഡസ് ഇൻസേർഷൻ ഇനാക്ടിവേഷൻ ഓഫ് ബീറ്റ ഗാലക്ടോസിഡേസ് ജീൻ ഹെൽപ്പ് ടു ഡിഫറൻഷിയേറ്റ് റീകോംബിനന്റ് ഫ്രം നോൺ റീകോംബിനന്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ക്രോമോജനിക് സബ്സ്റ്റൻസ്? നമ്മൾ ഈ NCERT ബേസ് ചെയ്ത് തന്നെ പഠിക്കുന്നതാണ് അല്ലെ. ഇവിടെ ഫോറിൻ DNA നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻസേർട്ട് ചെയ്യുന്നു ബീറ്റ ഗാലക്ടോസിഡേസ് ജീനിൽ ഇനാക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതെന്ത് ചെയ്യും? ഇനാക്ടിവേറ്റ് ചെയ്യും. ആൻഡ് റീകോംബിനൻസ് ഫോം ചെയ്യുന്നത് എങ്ങനെയാ? വൈറ്റ് കളർ അല്ലെങ്കിൽ കളർലെസ് കോളനി ആയിട്ടായിരിക്കും. നോൺ റീകോംബിനന്റ് എന്ത് ചെയ്യും? ബ്ലൂ കോളനീസ് ആണ് ഫോം ചെയ്യുക. അതാണ് ക്രോമോജനിക് സബ്സ്റ്റൻസിന്റെ പ്രത്യേകത. സോ ക്രോമോജനിക് സബ്സ്ട്രേറ്റിന്റെ പ്രസൻസ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ റീകോംബിനൻസ് കളർലെസ് ആയിരിക്കും, നോൺ റീകോംബിനൻസ് ബ്ലൂ കോളനീസ് ആയിരിക്കും. ഇതെന്തായാലും നോക്കിയിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചോ, ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടി. Foreign DNA inserted into beta galactosidase gene inactivated. Okay. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സ്റ്റേറ്റ് ദ ഡ്യുവൽ ഫംഗ്ഷൻ ഓഫ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ക്ലോണിംഗ് വെക്ടർ. നമ്മൾ പറഞ്ഞതായിരുന്നു ക്ലോണിംഗ് വെക്ടറിൽ 3 പ്രധാന ഫീച്ചേഴ്സ് ഉണ്ട്. സെലക്ടബിൾ മാർക്കേഴ്സ്, അതുപോലെ ക്ലോണിംഗ് സൈറ്റുകൾ ഉണ്ട്, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ സൈറ്റ് ഉണ്ട്. അതിന്റെ ഡ്യുവൽ ഫംഗ്ഷൻ എഴുതാനാണ് ചോദിച്ചത്. ഈ ക്വസ്റ്റ്യൻ പുതിയതാണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഡ്യുവൽ ഫംഗ്ഷൻ അങ്ങനെ ചോദിച്ചിട്ടില്ല, പക്ഷെ ORS ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഒന്ന് എന്തിനു വേണ്ടിയിട്ടാ? സീക്വൻസ് ഫ്ലവർ വേർ വിച്ച് ബിഗിൻസ് അല്ലെ, സീക്വൻസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒന്നാണ് എന്ത്? ഈ ഒരു ORI സൈറ്റ് എന്ന് പറയുന്നത്. അത് ആദ്യത്തെ പോയിന്റ് ആയിട്ട് വരും. രണ്ടാമത്തെയോ ഓൾസോ ഇമ്പോർട്ടന്റ് ഇൻ ഡിറ്റർമൈനിങ് ദ കോപ്പി നമ്പർ ഓഫ് ലിങ്ക്ഡ് DNA. ഓൾസോ ഇമ്പോർട്ടന്റ് ഇൻ ഡിറ്റർമൈനിങ് ദ കോപ്പി നമ്പർ ഓഫ് ലിങ്ക്ഡ് DNA. അതിന്റെ കോപ്പി നമ്പർ ഐഡന്റിഫൈ ചെയ്യാനും കൂടി എന്ത് ചെയ്യും? ഈ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ സൈറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഈ പോയിന്റ്സും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. Why is DNA forced to move towards anode during gel electrophoresis? How can separated bands be visualized? ബഷീർ സാർ നിങ്ങൾക്ക് പറഞ്ഞു തന്നാണ് എങ്ങനെയാണ് അതുപോലെ തന്നെ AJ സാർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അഗാറോ ജെൽ ഇലക്ട്രോഫോറസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണ് ഇത് പോസിറ്റീവ് ആനോഡിലേക്ക് പോകുന്നത്? കാരണം DNA എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് അല്ലെ. DNA നെഗറ്റീവ്ലി ചാർജ്ഡ് ആയതുകൊണ്ട് തന്നെ അത് പോസിറ്റീവ് ആനോഡിലേക്ക് പോകും. ആൻഡ് നമുക്കിത് ഒബ്സർവ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എത്തിഡിയം ബ്രൊമൈഡ് വെച്ചിട്ട് സ്റ്റെയിൻ ചെയ്യണം. എത്തിഡിയം ബ്രൊമൈഡ് വെച്ച് സ്റ്റെയിൻ ചെയ്തിട്ടോ നമ്മൾ UV റേഡിയേഷനിൽ എക്സ്പോസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ബ്രൈറ്റ് ഓറഞ്ച് കളറിൽ ഇവരെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നത്. സോ വിഷ്വലൈസ് ചെയ്യുന്ന പോയിന്റ് ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതിയിട്ടുണ്ടാകും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അടുത്തത് 3 മാർക്കിന്റെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഓൾട്ടർനേറ്റീവ് ഫ്ലോറൽ റിവാർഡ് ടു അമോർഫോഫാലസ് ഫ്ലവർ ആൻഡ് യൂക്ക പ്ലാന്റ് പ്രൊവൈഡ് ടു ദെയർ പോളിനേറ്റേഴ്സ് ബിസൈഡ്സ് നെക്ടർ ആൻഡ് പോളൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ പോളനും അല്ലാതെ നെക്ടറും അല്ലാതെ എന്താണ് ഇവർ കൊടുക്കുന്ന പോളൻ റിവാർഡ്സ് എന്നാണ് നമ്മൾ അമോർഫോഫാലസിന്റെയും യൂക്കന്റെയും എക്സാമ്പിൾ വളരെയധികം എക്സ്പ്ലിസിറ്റ് ആയിട്ട് നോട്ട് ചെയ്ത് പഠിച്ചതാ. ഒന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇവരെന്താണ് എഗ് ലീ ചെയ്യാനുള്ള ഒരു സേഫ് പ്ലേസും കൂടെ കൊടുക്കുകയാണ്. അപ്പൊ ആ സേഫ് പ്ലേസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അമോർഫോഫാലസ് UK എന്ത് ചെയ്യുന്നു? ഈ ഒരു സേഫ് പ്ലേസ് ഫോർ എഗ് ലേയിങ്ങിന് കൊടുക്കുന്നു. ആൻഡ് അവിടെ എന്ത് ചെയ്യും? സീഡ് സെറ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ ലാവ ഡെവലപ്മെന്റ് ന്യൂട്രിയൻസ് ഒക്കെ കൊടുക്കുകയാണ്. അപ്പൊ ഈ പറയുന്ന ഒരു പോളൻ റിവാർഡും കൂടെ UK അമോർഫോഫാലസിൽ നമുക്ക് കാണാം. അത് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. നമ്മൾ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഇത് ഡിസ്കസ് ചെയ്തതാണ്. അടുത്ത നോക്കിയേ, സ്റ്റേറ്റ് 3 ക്യാരക്ടേഴ്സ് ഫീച്ചേഴ്സ് ഓഫ് വിൻഡ് പോളിനേറ്റീവ് ഫ്ലവേഴ്സ്. അടുത്തൊരു ചോദ്യം ഞാൻ പറഞ്ഞത്, ഈ ഒരു ചോദ്യം ഇല്ലാതെ പരീക്ഷ പേപ്പർ പോയില്ല എന്ന് മിസ് പറഞ്ഞിരുന്നു. ആ ചോദ്യം അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. വിൻഡ് പോളിനേഷൻ ആണ് ഇപ്രാവശ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പൊ വിൻഡ് പോളിനേഷൻ ഫ്ലവേഴ്സിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന് നമുക്കറിയാം, പോളൻ ഗ്രെയിൻസ് ലൈറ്റ് വെയിറ്റ് ആണ്, നോൺ സ്റ്റിക്കി ആണ്. ആൻഡ് ആന്തേഴ്സ് വളരെയധികം വെൽ എക്സ്പോസ്ഡ് ആണ്. സ്റ്റിഗ്മ ലാർജ് ആൻഡ് ഫെദറി ആണ്. ഈ പോയിന്റ്സ് നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഈസ് മെച്യൂർ ആൻജിയോസ്പേം എംബ്രയോസാക് ഡിസ്ക്രൈബ്ഡ് അറ്റ് 8 ന്യൂക്ലിയേറ്റ് ബട്ട് 7 സെൽഡ്? എക്സ്പ്ലെയിൻ. ഇന്നലെ കൂടെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നതാണ്. മെച്യൂർ എംബ്രയോസാക് എന്ന് പറയുമ്പോൾ 8 ന്യൂക്ലിയേറ്റഡും 7 സെൽഡുമാണ്. എങ്ങനെ അതിന്റെ കണക്ക് നമ്മൾ ഇന്നലെ പറഞ്ഞതായിരുന്നു അല്ലെ, എങ്ങനെ ഇതിന്റെ കണക്ക് വന്നേന്നുള്ളത്. 8 ന്യൂക്ലിയേറ്റഡ് ആണ്, 7 സെൽഡ് എംബ്രയോസാക് ആണ് വരുന്നത്.
എങ്ങനെയാ വരുന്നത്? 3 ആന്റിപോഡൽസും 3 ന്യൂക്ലിയൈ, ഒരു സിനോജിഡില് 2 ന്യൂക്ലിയൈ, ഒരു എഗ്ഗില് 1 ന്യൂക്ലിയസ് ആണ്. സെൻട്രൽ സെല്ലിൽ 2 പോളാർ ന്യൂക്ലിയൈ വരുന്നുണ്ട്. ടോട്ടൽ നോക്കുമ്പം സെല്ല് നോക്കുമ്പോൾ 3 2 5 3 6 6 3 7 ആണ് വരുന്നത്. 7 സെൽഡ് എന്ന് പറയാം നമുക്ക്. 7 സെൽഡ് ആണ്. 8 ന്യൂക്ലിയേറ്റഡ് ഇവിടെ 3 3 2 5 1 6 6 2 8 8 ന്യൂക്ലിയേറ്റഡ് ആണ്. അപ്പൊ ഇങ്ങനെയാണ് എംബ്രിയോ സാക്കിലെ 7 സെൽഡ് 8 ന്യൂക്ലിയേറ്റഡ് സ്റ്റേജ് വരുന്നത്. അപ്പം ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ആർ ദ 3 ബേസിക് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ജെനറ്റിക്കലി മോഡിഫൈങ് ആൻ ഓർഗാനിസം? 3rd ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അല്ലേ? അതായത് ജനറ്റിക്കലി മോഡിഫിക്കേഷൻ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇതിന് മുന്നേ ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെ നന്നായിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ജെനറ്റിക്കലി ഒരു ഓർഗാനിസത്തിനെ മോഡിഫൈ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സ് തന്നെ ഇത് കാണുന്നുണ്ട്. ഒന്ന്, നമ്മൾ ആ ഡിസൈറബിൾ ജീനിലുള്ള DNA ഐഡന്റിഫൈ ചെയ്യണം. ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ഐഡന്റിഫൈഡ് DNA ടു ദ ഹോസ്റ്റ്. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യണം? അത് ഹോസ്റ്റിലേക്ക് കൊടുക്കണം. മെയിൻറ്റെയിനൻസ് ഓഫ് ദി ഇൻട്രൊഡ്യൂസ് DNA ഇൻ ടു ദ ഹോസ്റ്റ് ആൻഡ് ഇറ്റ്സ് എക്സ്പ്രഷൻ. അതിന്റെ മെയിൻറ്റെനൻസ് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ ഇതിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എഴുതാവുന്നത് നിങ്ങൾ എഴുതാനായിട്ട് നോക്കുക. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ആൻസർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും പ്രോപ്പറായിട്ട് തന്നെ പഠിക്കണം. അപ്പം മനസ്സിലായല്ലോ ക്വസ്റ്റ്യൻ്റെ ഒരു ഐഡിയ, പാറ്റേൺ ഒക്കെ മനസ്സിലായല്ലോ. ഇതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ബാക്കി എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. സുവോളജീൻ്റെ ആൻസർ കീയും നിങ്ങൾ നന്നായിട്ട് തന്നെ നോക്കിയിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. ബാക്കി സബ്ജക്ട്സ് അടിപൊളിയാക്കുക. ഓൾ ദി വെരി ബെസ്റ്റ് മക്കളെ. ബൈ ആൻഡ് താങ്ക് യു സോ മച്ച്. ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ എക്സാമിനേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെഷനിലേക്കാണ്. നിങ്ങൾ എത്രത്തോളം അടിപൊളിയായിട്ട് നിങ്ങളുടെ എക്സാം പേപ്പർ ആൻസർ എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ ആൻസേഴ്സ് ഒക്കെ ശരിയാണോ എന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പം നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? നമ്മുടെ ഓണപരീക്ഷയുടെ ആൻസർ കീ ഡിസ്കഷനാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡിയാണ്, അടിപൊളിയാണ്, സെറ്റ് ആയിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ആദ്യം നമ്മൾ പേപ്പറിനെ വിലയിരുത്തുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഈസി ആയിട്ടുള്ള ഒരു പേപ്പർ ആയിരുന്നു. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ടെക്സ്റ്റ് ബുക്ക് വായിക്കാത്തൊരു കുട്ടിക്ക് 2-3 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷെ അല്ലാത്ത പക്ഷം വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സാം കൂടിയായിരുന്നു ഇത്. ടഫായിട്ടുള്ളതോ നമ്മൾ ഡിസ്കസ് ചെയ്യാത്തതോ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പോലും വന്നിട്ടില്ല. സോ ഹോപ്പ് എല്ലാവർക്കും അത് വളരെ ഈസി ആയിട്ടുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസേഴ്സിലേക്ക് പോവാടാ. ആദ്യത്തെ ചോദ്യം നോക്കിക്കേടാ. നമ്മുടെ പാർട്ട് ബി ആയിരുന്നു സുവോളജി. സോ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് 1 to 5 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ ഏതെങ്കിലും 3 ആൻസർ ചെയ്താൽ മതി. സോ ഈച്ച് ക്യാരീസ് 1 മാർക്സ്. പക്ഷെ നമ്മളെല്ലാം ഇവിടെ ആൻസർ ചെയ്യാൻ വേണ്ടി പോവാണ്. ആദ്യം തന്നെ ഫൈൻഡ് ദ ഓഡ് വൺ ആൻഡ് സ്റ്റേറ്റ് ദ റീസൺ എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓഡ് വൺ ഏതാണ്? ഇതിൽ ഓഡ് വൺ ഏതാണ്? ഡയഫ്രം ഉണ്ട്, കോണ്ടം ഉണ്ട്, അതുപോലെ തന്നെ സെർവൈക്കൽ ക്യാപ്പ് ഉണ്ട്, വാൾസ് ഉണ്ട്. സോ നമ്മളിത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കോണ്ടംസിനെ നമുക്ക് റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ബാക്കി എല്ലാ സാധനങ്ങളും നമുക്ക് റീയൂസ് ചെയ്യാം. കാര്യം ബാക്കിയെല്ലാം ഫീമെയിൽസ് യൂസ് ചെയ്യുന്നതാണ് അല്ലേ. സോ നമുക്കിവിടെ ഓഡ് വൺ ഔട്ട് ഏതാന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് ആൻസർ ചെയ്യാൻ വേണ്ടി കൊടുക്കാടാ? ഇവിടെ എന്തായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി കൊടുക്കാം? കോണ്ടംസ് നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി കൊടുക്കാം. എന്താണ് അതിൻ്റെ റീസൺ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ എഴുതാൻ വേണ്ടി പോകുന്നത്? അതേഴ്സ് ആർ റീയൂസബിൾ അല്ലേ. ബാക്കിയുള്ളതെല്ലാം നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കോണ്ടംസ് ഒഴികെ ബാക്കിയെല്ലാം റീയൂസബിൾ ആണ്. അതുകൊണ്ട് കോണ്ടംസ് ആണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ ചോദ്യം നോക്കിയിടാം. ദ എൻലാർജ്ഡ് എൻഡ് ഓഫ് ദ പീനിസ്. പീനിസിന്റെ അറ്റം ഭാഗത്തെ നമ്മൾ വിളിച്ച പേരെന്തായിരുന്നു? ഗ്ലാൻസ് പെനിസ് എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഗ്ലാൻസ് പീനിസ് എന്നായിരുന്നു നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? ഇനി ജീൻസ് ദാറ്റ് കൺട്രോൾ എ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ്സ് ആർ നോൺ ആസ്. ആരാടാ? ഡിഫറെന്റ് ഫോംസ് ഓഫ് ജീൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അലീൽസ് തന്നെയാണ്. സോ ഇതിന് ആൻസർ ആയിട്ട് വരുന്ന ഏതാണ്? അലീൽസ് ആണ്. ഇനി എക്സ്പാൻഡ് ദ ഫോളോയിങ് ആണടാ. MMR നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. MMR എന്ന് പറഞ്ഞാൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ആണ് അല്ലെ. അമ്മയുടെ മരണനിരക്കാണ്. ഇനി നമ്മുടെ IMR ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ആണ്. ക്ലിയർ അല്ലേടാ? ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ആണ്. അപ്പൊ ഇത്രയും വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനിലൂടെയാണ് നമ്മൾ കടന്നു പോയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ഒരു സെക്ഷനിൽ നിന്നുള്ള 1 മാർക്ക് ക്വസ്റ്റ്യന്റെ ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് 2 ടേംസ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഡ്രോസോഫില മെയിൽ ഹെറ്ററോഗാമെറ്റി ആണ് കാണിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. XX-X0 മെക്കാനിസം, XX-XY മെക്കാനിസത്തിൽ മെയിൽ ഹെറ്ററോഗാമെറ്റി ആണ്. ZZ-ZW ഫീമെയിൽ ഹെറ്ററോഗാമെറ്റി ആണ്. സോ ഇവിടെ ബേർഡ്സ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എഴുതാം. എന്താണ്?
ഫീമെയിൽ ഹെറ്ററോഗെമേറ്റി ആണ് എന്ത് ചെയ്യുന്നത്, അവർ കാണിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് തന്നെ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റിയില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരെ ജമ്പ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? 2 മാർക്ക് ക്വസ്റ്റ്യനിലേക്കാണ്. നോക്കിക്കോടാ, 2 മാർക്ക് ക്വസ്റ്റ്യൻ നോക്കിക്കോ. വാട്ട് ആർ ദ റിക്വസൈറ്റ്സ് ഓഫ് എൻ ഐഡിയൽ കോൺട്രാസെപ്റ്റീവ്? ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് ആവണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് അവർക്ക് ഉണ്ടാവേണ്ടത്? ഫസ്റ്റ് വൺ നമുക്ക് എന്തെഴുതാം? യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം അല്ലെ, യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം. അതേപോലെ തന്നെ ഈസിലി അവൈലബിൾ ആയിരിക്കണം അല്ലെ. ദൂരെ ഏതെങ്കിലും സ്ഥലത്ത് പോയി വാങ്ങിക്കാൻ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. സോ അതെന്തായിരിക്കണം? യെസ്, ഈസിലി അവൈലബിൾ ആയിരിക്കണം. ഈസിലി എന്തായിരിക്കണം? അവൈലബിൾ ആയിരിക്കണം. പിന്നെന്തായിരിക്കണം? എഫക്റ്റീവ് ആയിരിക്കണം. നമ്മൾ എന്തിനു വേണ്ടിയാണോ യൂസ് ചെയ്യുന്നത് അതിലൊരു പ്രശ്നവും വരാൻ വേണ്ടി പറ്റില്ല. ആൻഡ് ദെൻ എന്താണ്? റിവേഴ്സിബിൾ ആയിരിക്കണം. അതായത് നമുക്കൊരു പരിധി വരെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? യെസ്, ഈ ബർത്ത് കൺട്രോൾ മെഷറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് കുട്ടി വേണമെന്നുള്ള മൈൻഡ് ആണെങ്കിൽ അതൊരിക്കലും റിവേഴ്സിബിൾ ആവാൻ പാടില്ല. ബട്ട് എന്താണ്? റിവേഴ്സിബിൾ ആയിരിക്കണം. പിന്നെ ഒന്നല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് തീരെ പാടില്ല, അല്ലെങ്കിൽ ലീസ്റ്റ് സൈഡ് എഫക്റ്റ് ആവണം. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? യെസ്, ലീസ്റ്റ് ഓർ നോ സൈഡ് എഫക്റ്റ് എന്ന് കൊടുക്കാം. ഓക്കെ അല്ലേ? ലീസ്റ്റ് അല്ല, ലീസ്റ്റ് സൈഡ് എഫക്റ്റ് ഒന്നും കൊടുക്കാം, കുഴപ്പമില്ല. നോ സൈഡ് എഫക്റ്റ് ഒന്നും കൊടുക്കാം. 4 എണ്ണേ ചോദിച്ചിട്ടുള്ളൂ, പക്ഷെ നമുക്ക് ഒരെണ്ണം കൂടി എഴുതാം. ഇറ്റ് ഷുഡ് നോട്ട് ഇന്റർഫിയർ വിത്ത് ദ സെക്ഷൽ ഡ്രൈവ് ഓർ ഡിസയർ ഓഫ് ദി യൂസർ അല്ലെ. നമ്മുടെ യൂസറിന്റെ സെക്ഷൽ ഡിസയറിനെ അത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? അഫക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ ഇറ്റ് ഷുഡ് നോട്ട് interfere with the സെക്ഷൽ ഡിസയർ ഓഫ് ദ യൂസർ. നമ്മുടെ യൂസറിന്റെ സെക്ഷൽ ഡിസയറുമായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? യെസ്, ഇതൊരിക്കലും ഇന്റർഫെയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഐഡിയൽ കോൺട്രാസെപ്റ്റീവ്സിന്റെ കാര്യങ്ങൾ. ഓക്കെ അല്ലേ? എന്തൊക്കെയാണ് അവർക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ? ഇതൊക്കെയാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളൊരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് ആയിട്ട് അവരെ കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേട്ടോ. ഒബ്സർവ് ദ ഗിവൺ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളോട് എ ആൻഡ് ബി പാർട്സ് ലേബിൾ ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. സോ ഇവിടെ എ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ദാറ്റ് ഈസ് മിഡിൽ പീസ് ആണ് അല്ലെ. ഇവിടെ എ എന്ന് പറഞ്ഞാൽ മിഡിൽ പീസ് ആണ്. ആൻഡ് ബി പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താടാ? ബി പോർഷൻ എന്ന് പറഞ്ഞാൽ ടെയിൽ ആണ്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നെയിം ദ ക്യാപ് ലൈക്ക് സ്ട്രക്ചർ പ്രസന്റ് അറ്റ് ദ ആന്റീരിയർ പോർഷൻ ഓഫ് ദ ഹെഡ്. ഈ ക്യാപ് ലൈക്ക് സ്ട്രക്ചറിനെ നമ്മൾ എന്ത് പേരിട്ടാ വിളിക്കുന്നത്? ആക്രോസോം എന്ന് പറഞ്ഞ പേരിട്ടല്ലേ വിളിക്കുന്നത്. ഈ ആക്രോസോംസിനകത്താണ് എൻസൈംസ് ഉള്ളത് ദാറ്റ് ഹെൽപ്സ് ഇൻ ദ പെനിട്രേഷൻ ഓഫ് ദ ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ആൻഡ് ദെൻ വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏതാടാ ക്വസ്റ്റ്യൻ? നോക്കിക്കേ. ഡിസീസസ് ഓർ ഇൻഫെക്ഷൻസ് ട്രാൻസ്മിറ്റഡ് ത്രൂ സെക്ഷൽ ഇന്റർകോഴ്സ് ആർ കളക്റ്റീവ്ലി കോൾഡ് STIs. So mention any 2 complications that may arise if STDs are not detected and treated in time. അതായത് STDs നമ്മൾ നേരെ ഡിറ്റക്ട് ചെയ്തില്ല, ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ കുഴപ്പങ്ങളാണ് വരുന്നത്? നമുക്കറിയാം, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ് വരാം അല്ലെ. അതായത് ഇൻഫ്ലമേഷൻസ് ടു ദ പെൽവിക് റീജിയൻ. സോ നമുക്ക് എന്തെഴുതാം? പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഡ്യൂ ടു STIs. അതേപോലെ അബോഷൻസ് വരാം. പിന്നെന്താണ്? അബോഷൻസ് വരാം. ആൻഡ് ദെൻ വി ഹാവ് സ്റ്റിൽ ബർത്ത് അല്ലെ. ജനിക്കുമ്പോഴേ കുട്ടി മരിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് പോകാം. അതേപോലെ ഇൻഫെർട്ടിലിറ്റി, വന്ധ്യതയ്ക്ക് കാരണമാകാം. പിന്നെ നമുക്ക് എന്തെഴുതാം? എക്ടോപിക് പ്രഗ്നൻസീസ്, അതായത് നമ്മുടെ ഈ ഫെലോപ്പിയൻ ട്യൂബിന് ഉള്ളിൽ കിടന്ന് കുഞ്ഞ് വളരുക. സാധാരണ യൂട്രസിലാണ് കുട്ടികൾ വളരേണ്ടത്, പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? യൂട്രസ് അല്ലാതെ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് കുട്ടി വളരുക. ദാറ്റ് ഈസ് എക്ടോപിക് പ്രഗ്നൻസി. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തെന്ന് പറഞ്ഞാൽ യെസ്, നമുക്ക് 2 കോംപ്ലിക്കേഷൻസ് ആണ്. 2 എണ്ണേ ചോദിച്ചിട്ടുള്ളൂ, പക്ഷെ നമുക്ക് അറിയെങ്കിൽ നമുക്ക് 2 to 4 പോയിന്റ്സ് വരെ എഴുതാം കേട്ടോ. ഇനി ഗിവ് 2 എക്സാമ്പിൾസ് ഓഫ് STIs that cannot be completely cured. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ ഹെപ്പറ്റൈറ്റിസ്, അതേപോലെ തന്നെ നമ്മുടെ ജെനൈറ്റൽ ഹെർപ്പസ് ആൻഡ് HIV. ഇതിന് നമുക്ക് ക്യൂർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ നമുക്കിവിടെ കൊടുക്കാം, HIV കൊടുക്കാം, ജെനൈറ്റൽ ഹെർപ്പസും കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ബിയും കൂടി കൊടുക്കാം. നമ്മളോട് 2 എണ്ണേ ചോദിച്ചിട്ടുള്ളൂ. സോ നമുക്ക് 3 എണ്ണം അറിയുന്നതുകൊണ്ട് നമ്മൾ എന്താണ് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് 3 എണ്ണത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആൻസർ ചെയ്യുന്നുണ്ട്. എടാ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്പെർമിയേഷൻ ആൻഡ് സ്പെർമിയോജനസിസ്. സ്പെർമിയേഷൻ എന്ന് പറഞ്ഞാൽ സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ നിന്ന് സ്പേംസ് റിലീസ് ആവുന്ന, എല്ലാ ന്യൂട്രിയൻസ് ഒക്കെ കിട്ടി റിലീസ് ആവുന്ന അതിനെയാണ് നമ്മൾ സ്പെർമിയേഷൻ എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ കൊടുക്കാം. സ്പെർമിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താടാ? സ്പെർമിയേഷൻ എന്ന് പറഞ്ഞാൽ
യെസ്, വേറെ കളേഴ്സ് കൊണ്ട് വേണമെങ്കിൽ എഴുതാം. സ്പെർമിയേഷൻ എന്ന് പറഞ്ഞാൽ റിലീസ് ഓഫ് സ്പേം ഫ്രം സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആണ്. നോക്കിക്കേടാ, റിലീസ് ഓഫ് സ്പേംസ് ഫ്രം നമ്മുടെ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഓക്കെ അല്ലേ? സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ നിന്ന് യെസ് സ്പേംസ് റിലീസ് ചെയ്യുന്നതിനെയാണ് സ്പെർമിയേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് സ്പെർമിയോജനസിസ്? ശരിക്കും പറഞ്ഞാൽ സ്പേം ഫോർമേഷൻ തന്നെയാണ്. അതായത് സ്പെർമാറ്റിഡ്സ് സ്പേംസ് ആകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യെസ്, ദാറ്റ് ഈസ് സ്പെർമിയോജനസിസ്. സോ നമുക്ക് എന്തെഴുതാം? പ്രോസസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ്സ് ടു എന്തായിട്ട് മാറുന്നതാണ്? സ്പേംസ്. സ്പെർമാറ്റിഡ്സ് സ്പേംസ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത്? യെസ്, സ്പെർമിയോജനസിസ് എന്ന് വിളിക്കുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കിക്കേ. ബ്ലഡ് ടെസ്റ്റ് കണ്ടക്ടഡ് ഇൻ ക്ലിനിക്കൽ ലബോറട്ടറി ഷോ ദാറ്റ് എ പേഴ്സൺ ഹാസ് എ ബ്ലഡ് ഗ്രൂപ്പ് O. His father has blood group A and mother has blood group B. Find all the possible blood groups of the children എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ ആദ്യം തന്നെ നമ്മൾ എഴുതാൻ വേണ്ടി പോവാണ്. അച്ഛൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ A ആണ്, അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ B ആണ്. സോ നമ്മൾ ഇവരുടെ എന്താണ് ജീനോ ടൈപ്പ് എഴുതുമ്പോൾ IAI എന്നാണ് കൊടുക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് ബ്ലഡ് ഗ്രൂപ്പിന്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ എപ്പോഴും ഹെട്രോസൈഗസേ എടുക്കാവുള്ളൂ. സോ ഇവിടെ നമുക്ക് IBI എന്നാണ് വരിക. ഇനി ഇവർ ഫോം ചെയ്യുന്ന ഗ്യാമേറ്റുകൾ എങ്ങനെയാണ് നമ്മൾ എഴുതുക? യെസ്, IA ഒരു ഗ്യാമേറ്റ്, അതേപോലെ സ്മോൾ ലെറ്റർ I. ഇവിടെ IB ഒരു ഗ്യാമേറ്റ്, സ്മോൾ ലെറ്റർ I ഒരു ഗ്യാമേറ്റ്. ആൻഡ് ദെൻ ഫൈനലി നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? ഒരു പനറ്റ് സ്ക്വയർ വരയ്ക്കാൻ വേണ്ടി പോവാണ്. ആൻഡ് ദെൻ നമ്മൾ ഇവരെ എല്ലാവരെയും എന്ത് ചെയ്യാൻ വേണ്ടി പോവാം? മാർക്ക് ചെയ്യാൻ വേണ്ടി പോവാം. ദാറ്റ് ഈസ് IBIനെ ഞാൻ മാർക്ക് ചെയ്തു, ഇവിടെ IAIനെ മാർക്ക് ചെയ്തു. സോ അതെങ്ങനെയാണ് വരുന്നത്? യെസ്, IAIB എന്ന് വന്നു, ദെൻ IAI എന്ന് വന്നു, IBI എന്ന് വന്നു, II എന്ന് വന്നു. സോ ഇവിടെ തന്നെ എനിക്ക് എഴുതാവുന്നതേ ഉള്ളൂ. യെസ്, ഞാൻ എഴുതാൻ വേണ്ടി പോവാണ്. പോസിബിൾ ബ്ലഡ് ഗ്രൂപ്സ് ആർ. ഇവിടെ പോസിബിൾ ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ്? യെസ്, ദാറ്റ് ഈസ് A ആകാം, B ആകാം, AB ആകാം ആൻഡ് O. ഇത്രയുമാണ് നമ്മുടെ പോസിബിൾ ബ്ലഡ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ. സോ വളരെ അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾ എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അങ്ങനെയാണെങ്കിൽ യെസ്, വളരെ ഈസി ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. നമ്മുടെ റീപ്രൊഡക്ഷൻ ചാപ്റ്ററിൽ തന്നെ അവസാനം നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. ഇത് ടേബിളായിട്ട് തന്നെയാണ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതും. സോ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് ആദ്യത്തെ മാസത്തിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ ഇടാം. സോ നമുക്കറിയാം ആദ്യത്തെ മാസത്തിലാണ് ഹാർട്ട് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലേ. ഇനി എൻഡ് ഓഫ് സെക്കൻഡ് മന്ത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എൻഡ് ഓഫ് സെക്കൻഡ് മന്തിൽ എന്താണ് സംഭവിക്കുന്നത്? ലിംസും ഡിജിറ്റ്സും ഡെവലപ്പ് ആവുന്നു. ഇനി എൻഡ് ഓഫ് 12 വീക്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എൻഡ് ഓഫ് 12 വീക്സിലാണ് നമ്മുടെ മേജർ ആയിട്ടുള്ള ഓർഗൻ സിസ്റ്റംസ് ഉണ്ടാകുന്നത്. 5th മന്തിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ആദ്യത്തെ കുട്ടിയുടെ മൂവ്മെന്റ് കാണാൻ പറ്റുന്നത് അല്ലേ, ഫസ്റ്റ് മൂവ്മെന്റ് ഓഫ് ദ ഫീറ്റസ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. ആൻഡ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. 2 ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ആണ്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതിൽ A എന്ന് പറഞ്ഞാൽ മെയിൽസിൽ ചെയ്യുന്ന ഒരു ഇതാണ്, ദാറ്റ് ഈസ് വാസെക്ടമി. ആൻഡ് ഇവിടെ B എന്താന്ന് ചോദിച്ചിട്ടുണ്ട്, അത് ഫീമെയിൽസിലുള്ളതാണ്, ദാറ്റ് ഈസ് ട്യൂബെക്ടമി. ഇനി നമ്മളോട് ഇവരുടെ രണ്ടുപേരെയും ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. അതായത് രണ്ടുപേരെയും ഡിഫറൻഷിയേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. സോ നമ്മൾ രണ്ടുപേരെയും ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടി പോവുകയാണ്. ആദ്യം തന്നെ ഞാൻ എഴുതാൻ പോകുന്നത് വാസെക്ടമി ആൻഡ് ദെൻ ഹിയർ ഞാൻ എന്ത് കൊടുക്കുകയാണ്? ട്യൂബെക്ടമി എന്ന് കൊടുക്കുകയാണ്. സോ ആദ്യം തന്നെ വാസെക്ടമി എന്ന് പറഞ്ഞാൽ എങ്ങനെയാടാ? സ്റ്റെറിലൈസേഷൻ ഇൻ മെയിൽസ് ആണ് അല്ലേ. സ്റ്റെറിലൈസേഷൻ ഇൻ മെയിൽസ്, അതായത് മെയിൽസിലാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. ആൻഡ് ട്യൂബെക്ടമിയുടെ ആണെങ്കിലോടാ യെസ്, സ്റ്റെറിലൈസേഷൻ ഇൻ ഫീമെയിൽസ് ആണ്. കറക്റ്റ് അല്ലേ? ഒന്ന് മെയിൽസിലും ഒന്ന് ഫീമെയിൽസിലുമാണ്. ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത്? എ സ്മോൾ പോർഷൻ ഓഫ് വാസ് ഡിഫറൻസ് ഈസ് കട്ട് ഔട്ട് ആയിട്ട് അല്ലേ. ഇവിടെ നമ്മൾ വാസ് ഡിഫറൻസിന്റെ ഒരു ചെറിയ പോർഷനാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ടൈ ചെയ്യുന്നത്. എങ്ങനെയാണ്? നമ്മുടെ സ്ക്രോട്ടത്തിലൂടെ ചെറിയൊരു ഇൻസെഷൻ പോലത്തെ സാധനം ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇവിടെ എ സ്മോൾ പാർട്ട് ഓഫ് yes was difference is cut or tied. Okay അല്ലേ? yes, by making a small incision through യെസ് നമ്മുടെ സ്ക്രോട്ടം വഴി. ഓക്കെ അല്ലേ? സ്ക്രോട്ടം വഴി നമ്മൾ ചെറിയൊരു ഇൻസെഷൻ ഉണ്ടാക്കിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനി ട്യൂബെക്ടമിയുടെ കേസിലാണെങ്കിൽ a part of നമ്മൾ എന്താ ചെയ്യുന്നത്? ഫെലോപ്പിയൻ ട്യൂബിനെയാണ് കട്ട് ചെയ്യുന്നത്, ടൈ ചെയ്യുന്നത് അല്ലേ. a part of
fallopian tube is cut or tied by making small incision through എവിടെ കൂടിയാണ് നമ്മൾ ഇൻസിഷൻ ഉണ്ടാക്കുന്നത്? യെസ്, നമ്മുടെ വജൈന. ഇനി ഈ കേസിൽ എന്താണ് സംഭവിക്കുന്നത്? അതുകൂടി നോക്കിക്കേ. പാസേജ് ഓഫ് സ്പേം ആണ് ഇവിടെ പ്രിവെന്റഡ് ആവുന്നത് അല്ലെ. നമ്മുടെ സ്പേം ഫോർമേഷൻ നടക്കുന്നുണ്ട്, പക്ഷെ സ്പേമിന് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സ്പെർമാറ്റോജനസിസ് നടക്കുന്നുണ്ട്, പക്ഷെ സ്പേമിന് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? പാസേജ് ഓഫ് സ്പേം ഈസ് എന്താണ്? പ്രിവെന്റഡ് അല്ലെ. നമ്മുടെ യെസ്, സ്പേമിന്റെ പാസേജ് പ്രിവെന്റഡ് ആണ്. ഇനി ഇപ്പുറത്തെ കേസിൽ നോക്കുകയാണെങ്കിലോ പാസേജ് ഓഫ് ഓവം അല്ലെങ്കിൽ യെസ് എഗ് ഈസ് പ്രിവെന്റഡ്. ഓക്കെ അല്ലേ? സോ നമ്മളോട് ഒരു ടാബുലാർ കോളം പോലെ വരച്ചെഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പാണ്. അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാനും പറ്റും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമ്മളോട് റൈറ്റ് ദ ഫങ്ഷൻസ് ഓഫ് ദ ഫോളോയിങ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യം തന്നെയാടാ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ലേഡിക് സെൽസ് ആണ്. ലേഡിക് സെൽസിന്റെ പ്രധാന ഫംഗ്ഷൻ എന്താടാ? നമ്മുടെ മെയിൽ ഹോർമോൺ ആയിട്ടുള്ള ആൻഡ്രജൻസിനെ അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റിറോണെ സെക്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലേഡിക് സെൽസിന്റെ ഫംഗ്ഷൻ. ഇനി ഫിംബ്രിയെ നമ്മൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിൽ പഠിച്ചിട്ടുണ്ടല്ലേ. എന്താണ് ഫിംബ്രിയയുടെ ഫംഗ്ഷൻ? കളക്ഷൻ ഓഫ് ഓവം ആണല്ലേ. നമ്മുടെ ഓവുലേഷന് ശേഷം ഓവത്തിനെ കളക്ട് ചെയ്യുന്നത് ആരാണ്? യെസ്, നമ്മുടെ ഫിംബ്രിയാണ്. ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കേ, എൻഡോമെട്രിയം. അതായത് നമ്മുടെ സൈഗോട്ട് എംബഡഡ് ആവുന്ന സ്ഥലമാണ്, ഇംപ്ലാന്റ് ആവുന്ന സ്ഥലമാണ് ഇതെന്ന് പറഞ്ഞാൽ എൻഡോമെട്രിയം. ഏറ്റവും ഉള്ളിലത്തെ ലെയറാണ് അല്ലേ. സോ നമുക്ക് എന്ത് കൊടുക്കാം? സൈറ്റ് ഓഫ് ഇംപ്ലാന്റേഷൻ. ഇംപ്ലാന്റഡ് ആവുന്ന സ്ഥലമാണ് ഇതെന്ന് പറഞ്ഞാൽ. ആൻഡ് ദെൻ വി ഹാവ് ട്രോഫോബ്ലാസ്റ്റ്. ഈ ട്രോഫോബ്ലാസ്റ്റ് ആണ് എന്തായിട്ട് മാറുന്നതാ? യെസ്, ട്രോഫോബ്ലാസ്റ്റ് ആണ് നമ്മുടെ എൻഡോമെട്രിയമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് മാറുന്നത്. ശരിക്കും പറഞ്ഞാൽ ട്രോഫോബ്ലാസ്റ്റ് പ്ലാസന്റെ ആയിട്ട് മാറും. അതേപോലെ തന്നെ വി ഹാവ് ഇന്നർ സെൽ മാസ് അല്ലെ. ഇത് രണ്ടും നമ്മുടെ എന്താണ്? യെസ്, നമ്മുടെ ആ ഒരു സൈഗോട്ടിന്റെ ഒരു പാർട്ട് തന്നെയാണ്. സോ ആ രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? യെസ്, ദിസ് ട്രോഫോബ്ലാസ്റ്റ് ലെയർ നമ്മുടെ ബ്ലാസ്റ്റോസിസ്റ്റിന്റെ ലെയർ ആണല്ലേ ട്രോഫോബ്ലാസ്റ്റ് ആൻഡ് അതേപോലെ തന്നെ ഇന്നർ സെൽ മാസ്. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? യെസ്, ട്രാൻസ്ഫോംസ് ടു നമ്മുടെ എന്തായിട്ട് മാറുന്നുണ്ട്? പ്ലാസന്റെ ആയിട്ട് മാറുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും കൊടുക്കാം. അതായത് പ്ലാസന്റെ ആവുന്നുണ്ട് എന്നുള്ളതിന് പകരമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാവുന്നൊരു കാര്യം കൂടിയുണ്ട്. ദാറ്റ് ഈസ് യെസ്, ദ ട്രോഫോബ്ലാസ്റ്റ് ലെയർ ഗെറ്റ് അറ്റാച്ച്ഡ് ടു എൻഡോമെട്രിയം. കണ്ടോ? ദ ട്രോഫോബ്ലാസ്റ്റ് ലെയർ ഗെറ്റ്സ് അറ്റാച്ച്ഡ് ടു എവിടെയാണ്? യെസ്, എൻഡോമെട്രിയം. അതായത് നിങ്ങൾക്കറിയാം നമ്മുടെ ബ്ലാസ്റ്റോസിസ്റ്റിന്റെ രണ്ട് ലെയേഴ്സ് ആണെന്ന്, ട്രോഫോബ്ലാസ്റ്റും ഇന്നർ സെൽ മാസും. ഇന്നർ സെൽ മാസ് ആണ് എംബ്രിയോ ആയിട്ട് മാറുന്നത് ആൻഡ് ദെൻ ട്രോഫോബ്ലാസ്റ്റ് ആണ് പ്ലാസന്റെ ആയിട്ട് മാറുന്നത്. ആ രീതിയിലും എഴുതാം, നിങ്ങൾക്ക് ഇങ്ങനെയും ആൻസർ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വൺ, വാട്ട് ഇസ് MTP? എടാ എന്താണ് MTP എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആണല്ലേ. മെഡിക്കൽ അല്ലെങ്കിൽ നമ്മൾ ഇൻഡ്യൂസ്ഡ് അബോർഷൻ എന്നൊക്കെ പറയും. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത്? യെസ്, MTP എന്ന് വിളിക്കുന്നത്. ഇനി MTPs ആർ റിലേറ്റീവ്ലി സേഫ് ഡ്യൂറിങ് ദ തേർഡ് ട്രൈമസ്റ്റർ. റോങ് ആണ്. ഫസ്റ്റ് ട്രൈമസ്റ്റർ വരെയാണ് നമ്മുടെ MTP സേഫ് ആയിട്ടുള്ളത്. അതിനുശേഷം എന്തല്ല, MTPs ഒന്നും തന്നെ സേഫ് അല്ല. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഗ്രാഫ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് പഠിപ്പിച്ച സമയത്തൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാഫാന്നുള്ളത്. നോക്കിക്കേടാ, നെയിം ദ ഹോർമോൺസ് A and B. നമുക്കറിയാം യെസ്, 2 പീക്സ് വരുന്ന ഹോർമോൺ എപ്പോഴും എന്തായിരിക്കുംടാ? ഈസ്ട്രജൻ ആയിരിക്കും അല്ലേ. ഇനി ഒരു പീക്ക് വരുന്ന ഹോർമോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, പ്രൊജസ്ട്രോൺ ആണ്. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഇനി ദ റിമൈനിങ് പാർട്ട് ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ ട്രാൻസ്ഫോം ഇൻ ടു എ സ്ട്രക്ചർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടിയിട്ടാണ് ഓവം പുറത്തേക്ക് വരുന്നത്. സോ ബാക്കിയുള്ള ഗ്രാഫിയൻ ഫോളിക്കിളിന്റെ പാർട്ട് എന്തായിട്ടാണ് മാറുന്നത്? യെസ്, കോർപ്പസ് ലൂട്ടിയം ആണല്ലേ. കോർപ്പസ് ലൂട്ടിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യെല്ലോ കളർ സ്ട്രക്ചർ ആയിട്ടാണ് അത് മാറുന്നത്. ഇനി ഏത് പിറ്റ്യൂട്ടറി ഹോർമോൺ ആണ് ഓവുലേഷന് കാരണമെന്ന് നിങ്ങൾക്കറിയാം. 14th ഡേയിൽ LH സർജ് ഉണ്ടായിട്ടാണ് ഇത് എന്ത് സംഭവിക്കുന്നത്? റപ്ചർ സംഭവിക്കുന്നത് അല്ലെ. സോ ഏത് ഹോർമോൺ ആണ്? ല്യൂട്ടനൈസിങ് ഹോർമോൺ, ദാറ്റ് ഇസ് LH. ഈ ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിറ്റ്യൂട്ടറി ഹോർമോൺസ് അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഫൈനൽ എക്സാമിനൊക്കെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ. ഇനി റൈറ്റ് എനി 2 മെത്തേഡ്സ് ഓഫ് കോൺട്രാസെപ്ഷൻ. ഏതെങ്കിലും 2 നാച്ചുറൽ മെത്തേഡാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ മൊത്തം 3 പഠിച്ചിട്ടുണ്ട്. പീരിയോഡിക് അബ്സ്റ്റിനൻസ്, വിഡ്രോവൽ ഓർ കോയിറ്റസ് ഇൻട്രപ്റ്റസ്, ലാക്ടേഷണൽ അമിനോറിയ. അപ്പം നമ്മളോട് ഏതെങ്കിലും 2 ചോദിച്ചിട്ടുള്ളൂ. സോ നമുക്ക് വേണമെങ്കിൽ പീരിയോഡിക് അബ്സ്റ്റിനൻസ് കൊടുക്കാം.
അതേപോലെ തന്നെ എന്താണ് യെസ് കോയിറ്റസ് ഇന്ററപ്റ്റസ് ഓർ വിഡ്രോവൽ. അതേപോലെ തന്നെ വേണമെങ്കിൽ അടുത്തും കൂടെ കൊടുക്കാം, ദാറ്റ് ഇസ് ലാക്ടേഷണൽ അമ്നോറിയ. ഓക്കെ അല്ലേ? യെസ്, അമ്നോറിയ. ഇത്രയും കാര്യങ്ങൾ കൊടുക്കാം. ഇനി ഹൗ ഡു നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ്സ് പ്രിവെന്റ് കോൺട്രാസെപ്ഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഫിസിക്കൽ മീറ്റിംഗ് ഓഫ് സ്പേം ആൻഡ് ഓവം അവർ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. സ്പേം ഉള്ള ദിവസം ഓവം ഉണ്ടാവില്ല, ഓവം വരുന്ന ദിവസം സ്പേം ഉണ്ടാവില്ല. സോ ദാറ്റ് എന്താ സംഭവിക്കുന്നത്, അവിടെ ചാൻസ് ഓഫ് ഫെർട്ടിലൈസേഷൻ ഓൾമോസ്റ്റ് നില്ലായിരിക്കും. സോ ഇവിടെ എന്താ അവർ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവോയ്ഡ് ചാൻസസ് ഓഫ് സ്പേം ആൻഡ് ഓവം മീറ്റിംഗ്. ഇവർ നാളെ വരാമെന്ന് പറഞ്ഞാലോ അതെല്ലാം ഇവരെന്ത് ചെയ്യുന്നുണ്ട്, നേരത്തെ അറിഞ്ഞ് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഒന്നല്ലെങ്കിൽ സ്പേമിനെ അവിടെ വെക്കും അല്ലെങ്കിൽ ഓവത്തിനെ അവിടെ വെക്കും. ഇവരൊരിക്കലും എന്തില്ല, കണ്ടുമുട്ടില്ല. ഓക്കെ അല്ലേ? യെസ്, ആ ഒരു ലെവലിലേക്ക് അതാണ് നാച്ചുറൽ മെത്തേഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. യെസ്, നമ്മളോട് 3 മാർക്സ് ക്വസ്റ്റ്യൻ ആണെടാ. ഇനി 3 ക്വസ്റ്റ്യൻ കൂടെ ആൻസർ ചെയ്യാനായിട്ടുള്ളൂ. ഡോക്ടർ അഡ്വൈസ്ഡ് എ കപ്പിൾ ടു ഗോ IVF ഫോളോഡ് ബൈ ET. അപ്പം IVF എന്താണ് മക്കളെ? IVF എന്ന് പറഞ്ഞാൽ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ആണ്. എന്ന് വെച്ചാൽ ദ ഫെർട്ടിലൈസേഷൻ വിച്ച് ടേക്സ് പ്ലേസ് ഔട്ട്സൈഡ് ദ ബോഡി ഓഫ് എ ഫീമെയിൽ. ഒരു ലബോറട്ടറി കണ്ടീഷനിൽ നടക്കുന്നതാണ് നമ്മൾ IVF എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ET എന്ന് പറഞ്ഞാൽ എംബ്രിയോ ട്രാൻസ്ഫർ. മക്കളെ, ഈ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന ചാപ്റ്ററിൽ എല്ലാം ഷോർട്ട് ടേംസ് ആണ്. സോ അതൊക്കെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യാൻ പഠിക്കണം കേട്ടോ. സോ എംബ്രിയോ ട്രാൻസ്ഫർ ആണ്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 2 മെത്തേഡ്സ് ഓഫ് എംബ്രിയോ ട്രാൻസ്ഫർ. യെസ്, നമ്മൾ 2 എണ്ണം ഇങ്ങനെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് അപ് ടു 8 ബ്ലാസ്റ്റോമിയോസും അതേപോലെ തന്നെ മോർ ദാൻ 8 ബ്ലാസ്റ്റോമിയോസും നമ്മൾ 2 രീതിയിൽ പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ നമുക്കറിയാം, അതായത് എംബ്രിയോസ് അപ് ടു 8 ബ്ലാസ്റ്റോമിയേഴ്സ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, എങ്ങോട്ടാണ് അവരെ ട്രാൻസ്ഫർ ചെയ്യുന്നത്? ദാറ്റ് ഈസ് സിഫ്റ്റ്, സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ ആണ് അല്ലേ. ഇനി ഇവിടെ ആണെങ്കിലോ എംബ്രിയോസ് മോർ ദാൻ 8 ബ്ലാസ്റ്റോമിയേഴ്സ്. കണ്ടോ, മോർ ദാൻ 8 ബ്ലാസ്റ്റോമിയേഴ്സ്. യെസ്, 8 ബ്ലാസ്റ്റോമിയേഴ്സിനേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ നേരെ എന്താ ചെയ്യുന്നത്, IUT ആണ്. ദാറ്റ് ഈസ് ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ. നേരെ നമ്മൾ എന്താ ചെയ്യുന്നത്, യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് റെപ്രസെന്റഡ് ബൈ ഈച്ച് ഓഫ് ദ ഫോളോയിങ്. F2 ഫിനോട്ടിപ്പിക്, F2 ആണ്. സോ 3:1 നമുക്കറിയാം ഫിനോട്ടിപ്പിക് റേഷ്യോ ഓഫ് ദ F2 ജനറേഷൻ നോർമൽ ഡോമിനൻസ് ആണ്. അതായത് സോ ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് കംപ്ലീറ്റ് ഡോമിനൻസ്. അതായത് ഫുള്ളായിട്ട് ഒരാൾ മാത്രം എക്സ്പ്രസ് ചെയ്യപ്പെടുന്ന ഒരു സ്റ്റേജ് ആണതെന്ന് പറഞ്ഞാൽ. ആൻഡ് ദെൻ 1:2:1 അത് നമുക്കറിയാം നമ്മുടെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന്റെ കേസിൽ ഫിനോട്ടിപ്പിക്കും ജീനോട്ടിപ്പിക്കും സെയിം ആണ്. സോ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇതൊരു ഫിനോട്ടിപ്പിക് റേഷ്യോ തന്നെയാണ്. സോ നമുക്കറിയാം ഇറ്റ് കംസ് ഫോർ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ടെസ്റ്റ് ക്രോസ്? എന്തിനു വേണ്ടിയിട്ടാണ് ടെസ്റ്റ് ക്രോസ് നടക്കുന്നത്? ടു ഫൈൻഡ് ദ അൺനോൺ ജീനോടൈപ്പ് അല്ലേ. ഒരാളുടെ ജീനോടൈപ്പ് അറിയാൻ വേണ്ടിയിട്ടല്ലേ. ക്യാപിറ്റൽ ടി ഉണ്ടാവും, ക്യാപിറ്റൽ T സ്മോൾ t ഉണ്ടാവും, ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ ടു ഫൈൻഡ് ദ അൺനോൺ ജീനോടൈപ്പ് ഓഫ് എൻ ഓർഗാനിസം. അതായത് ഒരാളുടെ ഒരു അൺനോൺ ജീനോടൈപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്തെന്ന് പറഞ്ഞാൽ യെസ് നമ്മുടെ ടെസ്റ്റ് ക്രോസ് എന്ന് പറഞ്ഞാൽ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഫൈൻഡ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് കറക്റ്റ് ദം ആണ്. ആൻ എംബ്രിയോ വിത്ത് 8 to 16 ബ്ലാസ്റ്റോമിയേഴ്സ് ഈസ് കോൾഡ് ബ്ലാസ്റ്റോസിസ്റ്റ് അല്ല. 8 to 16 ബ്ലാസ്റ്റോമിയേഴ്സ് ഉള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോറൂല. ദെൻ ബൾബോ യുറിത്തൽ ഗ്ലാൻഡ് ഇസ് എ ഫീമെയിൽ ആക്സസറി ഗ്ലാൻഡ്. റോങ് ആണ്, അതൊരു മെയിൽ ആക്സസറി ഗ്ലാൻഡ് ആണ്. കൗപ്പേഴ്സ് ഗ്ലാൻഡ്, ബൾബോ യുറിത്തൽ ഗ്ലാൻഡ്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി ഫെർട്ടിലൈസേഷൻ ക്യാൻ ഒക്കർ ഓൺലി ഇഫ് ദ സ്പെർം ആൻഡ് ഓവം ആർ ട്രാൻസ്പോർട്ടഡ് സൈമിൾട്ടേനിയസ്ലി ടു ദ ആംപുലറി റീജിയൻ. അത് കറക്റ്റ് ആണ്. കാര്യം ഇവർ രണ്ടുപേരും ഒരേ സമയത്ത് നമ്മുടെ ആംപുലറി റീജിയനിൽ എത്തിയാൽ മാത്രമേ ഇവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ. ഒരാൾ വന്ന് മറ്റേ കാത്തു നിന്നിട്ട് കാര്യമില്ല, രണ്ടുപേരും ഒരേ സമയം തന്നെ എത്തണം. ഇനി നമ്മളോട് എക്സ്പാൻഡ് IUD ചോദിച്ചിട്ടുണ്ട്. എന്താണ് IUD? ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് ആണല്ലേ. നമ്മുടെ യൂട്രസിലേക്ക് എന്താണ് ഇൻസേർട്ട് ചെയ്യുന്ന ഡിവൈസസ് ആണ് IUDയിൽ വരുന്നത്. ഇനി നെയിം എനി 2 types ഓഫ് IUDs ആൻഡ് ഗിവ് 1 എക്സാമ്പിൾ ഓഫ് ഈച്ച്. നമ്മൾ 3 എണ്ണം പഠിച്ചിട്ടുണ്ട്. നോൺ മെഡിക്കേറ്റഡ് പഠിച്ചിട്ടുണ്ട്, കോപ്പർ റിലീസിങ് പഠിച്ചിട്ടുണ്ട്, ആൻഡ് ദെൻ എന്താണ് യെസ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഹോർമോൺ റിലീസിങ് പഠിച്ചിട്ടുണ്ട്. സോ നമുക്കിവിടെ എഴുതാം നോൺ മെഡിക്കേറ്റഡ് വേണമെങ്കിൽ നമുക്ക് ആദ്യം കൊടുക്കാം.
നോൺ മെഡിക്കേറ്റഡ്. സോ നോൺ മെഡിക്കേറ്റഡിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ലിപ്പസ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ, ലിപ്പസ് ലൂപ്പ്. ഇനി അടുത്ത ഒരു കാറ്റഗറി ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കോപ്പർ റിലീസിങ് അയോഡിയാണ്. കോപ്പർ റിലീസിങ് അയോഡിയാണ്. സോ ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കോപ്പർ ടി, അതേപോലെ തന്നെ കോപ്പർ 7, ആൻഡ് ദെൻ വി ഹാവ് മൾട്ടി ലോഡ് 375. ഇനി നമ്മൾ നെക്സ്റ്റിലേക്ക് പോവാണ്, ദാറ്റ് ഈസ് ഹോർമോൺ റിലീസിങ് അയോഡീസ്. എന്താണ്? ഹോർമോൺ റിലീസിങ് അയോഡീസ് ആണ്. സോ ഹോർമോൺ റിലീസിങ് അയോഡീസിൽ നമ്മൾ എന്തൊക്കെ എക്സാമ്പിൾ പഠിച്ചത്? ഒന്ന് നമ്മുടെ പ്രൊജസ്റ്റാസേർട്ടും പിന്നെ LNG-20. സോ നമുക്കത് എഴുതാം. ദാറ്റ് ഈസ് പ്രൊജസ്റ്റാസേർട്ടും അതേപോലെ തന്നെ LNG-20യുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മൾ പഠിച്ച എക്സാമ്പിൾ. നമ്മളോട് ഏതെങ്കിലും 2 ടൈപ്പ് ഏടാ ചോദിച്ചിട്ടുള്ളൂ. സോ നമുക്ക് 2 ടൈപ്പ് എഴുതിയാലും മതി. ഇപ്പം നമുക്ക് അറിയെങ്കിൽ 3 ടൈപ്പ് എഴുതിയതുകൊണ്ടോ ടൈം ഉള്ളതുകൊണ്ടോ പ്രശ്നമൊന്നുമില്ല. നമുക്ക് എല്ലാം അറിയാമെന്നുള്ളൊരു ധാരണ ആർക്കുണ്ടാവും? ടീച്ചേഴ്സിനുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ളൊരു പേപ്പറാണ്. ഈ രീതിയിൽ തന്നെ നിങ്ങൾ അനലൈസ് ചെയ്ത് ആൻസർ എഴുതിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ കിട്ടും. ഇനി എക്സാം ടഫായിട്ടുള്ളവർ ആരും വിഷമിക്കേണ്ട. ഇനിയും നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. ഇത് നമ്മുടെ സ്റ്റാർട്ടിംഗ് ആയിട്ടേ ഉള്ളൂ. നിങ്ങളുടെ പോരായ്മകളൊക്കെ ഇപ്പം തന്നെ പരിഹരിച്ച് വളരെ അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോവുക. ഞങ്ങൾ എന്തായാലും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് എന്ത് കൺസേണോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും ഒക്കെ മിസ്സിനെ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ഇറ്റ്സ് മീ അഷ്ടമ സൈനിങ് ഓഫ് ആൻഡ് ബൈ.